ഒരു ഫ്ലോപ്പ് ഐറ്റമും അതുപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റം ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ പോയി സാധനം നമുക്കിന്ന് കഴിക്കാൻ പറ്റില്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കഴിച്ച നമ്മുടെ കപ്പ ബിരിയാണിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം. നല്ല സവാളയൊക്കെ വിതറി നല്ല ചുമന്ന് നല്ല ഉടച്ചിട്ടുള്ള കപ്പയായിരുന്നു. നല്ല കുരുമുളകൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐഷുക്കും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐഷുക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട്. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളിത് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് മിക്ക ആൾക്കാരും ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കപ്പ ബിരിയാണിയും. പക്ഷേ ചിക്കൻ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഈ തവണ എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര പൈനാപ്പിൾ എസൻസിൻ്റെ ഭയങ്കര കുത്തലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കഴിക്കാൻ വന്ന സാധനം എന്ന് പറയുന്നത് ഊണായിരുന്നു. ഊണ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഊണ് അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഭാഗ്യത്തിന് ഞാൻ സിംഗിൾ മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പീസുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഒരു ആവറേജ് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ആ പൈനാപ്പിളിൻ്റെ കുത്തൽ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു ഗൈസ് ബിരിയാണിക്കകത്ത്. അത് കഴിഞ്ഞ ശേഷം പുറത്ത് കുറച്ച് കടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നല്ലൊരു പഴംപൊരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി കറുമുറെന്ന് പറഞ്ഞ നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ ഇവരെ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചായ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരെ നമ്മുടെ തൊടുപുഴയിലെ എടവട്ടിയിലാണ്. നാടൻ തട്ടുകര എന്നാണ് പേര്, പക്ഷേ പിള്ളേരെ കട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.